ഹലോ ഗോസ്, നമ്മുടെ വിളിച്ചാൽ പുതിയൊരു വില്ലല്ലായിരുന്നു. ഇന്ന് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 1.5 ലക്ഷം രൂപയുടെ ഒരു PC ബിൽഡ് ചെയ്യാൻ പോകുന്നു. ആ ഒരു ഗെയിമിംഗ് PC ബിൽഡ് വന്നിട്ട് നമ്മുടെ ഒരുപാട് നാളത്തെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം നമ്മൾ 2023 നിറവേറ്റി. ഈ താഴെ കാണുന്ന സാധനം. അപ്പോൾ ആ സാധനം വന്നിട്ട് നമ്മൾ 2024 ഏകദേശം 10 മാസം ഉപയോഗിച്ചിട്ട് നമ്മുടെ കാറ് എടുക്കാൻ സമയമായപ്പോൾ നമുക്കത് കൊടുക്കേണ്ടി വന്നു. നമുക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. അതാണ് കയ്യിൽ നിന്ന് പോയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു നഷ്ടം പോലെയായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചൊന്ന് നൈസായിട്ട് വന്നതായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പം നമുക്ക് ഭയങ്കര ഒരു മിസ് അടിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറേശ്ശെ നമുക്ക് ഫണ്ട്, അതായത് ടൈറ്റ് ആവാതെ, നമ്മുടെ ഫണ്ട് സാമ്പത്തികം ടൈറ്റ് ആവാതെ നമുക്ക് കുറേശ്ശെ വാങ്ങി എന്തായാലും ഒരു ബിൽഡ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്താണ്. നമ്മൾ ഒരു 6 മാസം മുമ്പ് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ 6 മാസം കൊണ്ട് നമ്മൾ കുറേശ്ശെ ഫസ്റ്റ് ഡിസ്പ്ലേ വാങ്ങി, ബോർഡ് വാങ്ങി, ഓരോന്ന് വാങ്ങിയ സമയത്താണ് പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂസ് ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ നമ്മൾ എന്തായാലും വീഡിയോ സെറ്റാക്കി എല്ലാ സാധനവും വാങ്ങി പർച്ചേസ് ചെയ്തെടുക്കുന്ന വീഡിയോ ഇല്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തല്ല. ആദ്യം വാങ്ങിയ 2-3 സാധനങ്ങളുടെയൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ എടുത്ത് അങ്ങനെ ഫുള്ള് സെറ്റാക്കി ഇട്ടു. അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും കാണുമ്പോൾ നമ്മൾ PC ബിൽഡ് ചെയ്ത് അതുകൊണ്ട് അതിനകത്തിരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടാ ചെറിയൊരു ലൈറ്റ് കണ്ടോ. അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്, എത്ര രൂപയായി, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തായാലും ഷെയർ ആക്കും. അപ്പം നമ്മൾ കാർ എടുത്ത സമയത്ത് നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടമായ സാധനം നമ്മളങ്ങനെ കുറേശ്ശെ റിക്കവർ ചെയ്തെടുത്ത് ഇതിലും ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം കൊടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൊടുക്കുന്നത് ഇത് വീട്ടിലും ഇഷ്ടപ്പെട്ട കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഫണ്ട് നമ്മൾ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി കുറേശ്ശെ നമ്മൾ സെറ്റാക്കി നമ്മുടെ PC സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും കാണാൻ പോണത്. ഈ സാധനം ബിൽഡ് ചെയ്ത സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കുറേയൊക്കെ ചെറിയ പണികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ റിക്കവർ ആക്കി ഇപ്പോൾ ഫുൾ സെറ്റാക്കി. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാട്ടോ. വേറൊന്നും പറയാനില്ല, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് എന്തായാലും പോകാം. സ്വന്തമായിട്ട് ഉരുട്ടിക്കൂട്ടി സെറ്റാക്കി എടുത്ത് നമ്മുടെ PC ബിൽഡ് എന്തായാലും പോയി കണ്ടിട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാനില്ല, നമ്മുടെ ഈ ഒരു ചെറുപിടിയിൽ പോകുന്ന ചെറുതിരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ നമ്മൾ ചെയ്യുന്നു. നമ്മൾ കൊറിയർ ഓഫീസിൽ ചെന്നെടുത്തതാണ്. ഇത്രയും വലിയ സാധനം എങ്ങനെ വെച്ചോണ്ടിരിക്കും? നിനക്കിരിക്കണ്ടേ? വേറെ കുഴപ്പമില്ലൊന്നും ഇല്ലെന്ന് തോന്നണല്ലേ? ഇങ്ങോട്ട് കയ്യിൽ വാങ്ങണത് എന്റെ വീഡിയോ കയറി വീഡിയോ. പക്ഷേ ഈ മദർ ബോർഡ് മാത്രമായിട്ട് കുറേ ദിവസം ഇരുന്ന് അതിനുശേഷം കേസ് വന്നപ്പോൾ നമ്മൾ അതിനടുത്ത് കേസിലാക്കി. ഇനി പ്രോസസ്സർ, കൂളർ, പിന്നെ ഗ്രാഫിക്സ് കാർഡ്, റാം ഉണ്ട്. റാം എടുത്ത് സെറ്റ് ചെയ്തില്ല എന്നാന്തോ അറിയാൻ വയ്യ. ഗൈസ്, മെയ് 11-ാം തീയതി ആയപ്പോൾ നമ്മുടെ പ്രോസസ്സർ വന്നിട്ടുണ്ട്. കണ്ടോ, പ്രോസസ്സർ ഇതിനകത്തിരിപ്പുണ്ട്. ഇതിനകത്ത് തന്നെ സ്റ്റോക്ക് കൂളറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ലിക്വിഡ് കൂളർ വയ്ക്കുന്നുണ്ട്, അത് ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള സാധനം എന്ന് വരുമോ? ഗൈസ്, അങ്ങനെ ഏകദേശം 1-1.5 മാസത്തിന് ശേഷം നമ്മളൊരു സാധനം കൂടെ വാങ്ങി. ഇത് വന്നിട്ട് നമ്മുടെ ക്യാബിനറ്റിനെ കേബിൾ അറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിമ്മർ കേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും അവസാനം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഓരോ സാധനങ്ങളായിട്ട് വരാനുണ്ട്, വെയിറ്റ് ചെയ്യാം. ഗൈസ്, വീണ്ടും നമ്മൾ 1.5 മാസത്തേക്ക് ശേഷം നമ്മുടെ ക്യാബിനറ്റ് കുറച്ചുകൂടെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് കുറെ അഡീഷണൽ ഫാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മളങ്ങനെ ബോക്സ് പൊട്ടിച്ച് അതിനകത്ത് ഫാൻ ഇരിപ്പുണ്ട്. ഞാനും മോനൂസും കൂടെ പൊട്ടിച്ച് ഹായ് പറ. ഇതാണ് ഫാന്. എല്ലാം സെറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. എല്ലാം റെഡി ആയി വരികയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അടുത്തൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മദർ ബോർഡാണ് കേട്ടോ. അപ്പം നീ ആദ്യം കാണിച്ചതാ, അതെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഗൈസ്, വീണ്ടും അടുത്തൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയാട്ടാ. ദാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പവർ തരാൻ വേണ്ടി ഒരു പവർ സപ്ലൈ ആണ്, പിന്നെ സ്റ്റോറേജും. ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇനി ആകെപ്പാടെ 2 സാധനം മാത്രമേ കിട്ടാവുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും ഇന്ന് തന്നെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ഞാൻ ഗിഗ് ബോസിന് എന്തായാലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രിവാൻഡ്രം ഗിഗ് ബോസ്. അപ്പം എന്തായാലും അങ്ങോട്ട് പോകണുണ്ട്. പോയി കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മുടെ സാധനം നമ്മൾ സെറ്റാക്കി എടുക്കും. ഗിഗ് ബോസ് അങ്ങനെ ഗിഗ് ബോസ് പൂട്ട സമയമായപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മളൊരു മെക്കാനിക്കൽ കീബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 വർഷം വാറന്റി ഒക്കെ ഉണ്ട്. സബ്രോണിക്സ് ഓക്കെ. നമ്മൾ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ സമയം വന്നിട്ട് ഏകദേശം 7:45 ആവണം കേട്ടാ. അയ്യോ, ഇന്ന് ബ്ലിങ് ആയിപ്പോയി. ഞാൻ ബൈക്കിൽ ബോക്സിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. മേളിലൊക്കെ ഇരിക്കുന്ന എല്ലാ സാധനവും എടുത്ത് ഇവിടെ ടേബിളിൽ വെച്ചിട്ട് ഞാൻ എന്തായാലും സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെ ഉണ്ടെന്നുള്ളത്.
അതേസമയം നമ്മൾ എല്ലാ സാധനവും എടുത്ത് ടേബിൾ സെറ്റാക്കി വെച്ചു. എൻ്റെ മോനെ, എൻ്റെ ഒരു 6 മാസത്തെ കഷ്ടപ്പാടാണ് ഇങ്ങനെ ഓരോ ബോക്സുകളായിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലടാ, ഭയങ്കര സന്തോഷം. ഈ സാധനങ്ങളൊക്കെ ഇനി ഒന്ന് അസംബിൾ ചെയ്ത് വെക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടിരിക്കുന്നുണ്ടാ, ഇതാണ് ഞാൻ എൻ്റെ 6 മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തെടുത്ത സാധനങ്ങൾ. ഇനി അസംബിൾ ചെയ്ത് ആ ഒരു പെട്ടിക്കൂടിനകത്താക്കണം. ഞാൻ ഒരു രൂപയെന്ന് കാണിച്ചു തരാം. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, കാരണം ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, സീലിംഗ് ലൈറ്റ് ഒന്നും ഇല്ല. പിന്നെ അത് അവിടെ ഫിഷ് ടാങ്ക് ഇരുന്ന ഒരു ട്യൂബ് ലൈറ്റ്, ചെറിയ ട്യൂബ് ലൈറ്റ് എടുത്ത് അവിടെയും വെച്ച്. പിന്നെ ഒരു രൂപയെന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് വന്നിട്ട് ഞാൻ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്ന സെബ്രോണിക്സിന്റെ മെക്കാനിക്കൽ കീബോർഡാണ്. സെബ്രോണിക്സ് സെബ് നൈട്രോ പ്ലസ് എന്ന് പറയുന്ന 2 വർഷം വാറന്റി ഉള്ള അത്യാവശ്യം നല്ല നൈസ് സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൗസ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവോ ഫോക്സിന്റെ ബ്ലേസ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. വെട്ടിക്കിട്ട സാധനമാണ്, ശരിക്കും ഇഷ്ടപ്പെട്ട്. ഓക്കെ, ബോർഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് MSI ആണ് കേട്ടോ. MSI B550 ഗെയിമിംഗ് പ്ലസിന്റെ മദർ ബോർഡാണ് കേട്ടോ. നേരത്തെ B450 ആയിരുന്നു, അതായിരുന്നു നിങ്ങൾ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് മാറ്റിയതാണ് കേട്ടോ. ആ ബോർഡ് ഞാൻ സെയിലാക്കിയിട്ട് മാറ്റിയതാണ് ഈ ഒരു ബോർഡ് വന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസറായിട്ട് എടുത്തിട്ടുണ്ട് Ryzen 5 5600G എന്ന് പറയുന്ന പ്രോസസറാണ് കേട്ടോ. അതാണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ആ B450ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഇത് സെയിലാക്കുന്നൊന്നുമില്ല. ഇതിന് എന്തായാലും ഇതിനകത്ത് കയറ്റിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്തെങ്കിലും മാറ്റാം. ഇപ്പൊ എന്തായാലും തൽക്കാലം നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് X സീരീസിലോട്ട് മാറ്റാം. Ryzen 7 5600Xോ അല്ലെങ്കിൽ X സീരീസിലോട്ട് നമുക്ക് മാറ്റാം. അത് പിന്നെ ഇപ്പൊ ഒന്നത് ഷഡ് കയറിയിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ AMDയുടെ സ്പെക്ട്ര ഫ്ലോ എന്ന് പറയുന്ന ഒരു ഫാന്, നമ്മുടെ കേസിൽ ഇൻബിൽഡ് ആയിട്ട് പറഞ്ഞ ഫാനിന്റെ അതേ മാച്ച് ആയിട്ടുള്ള സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂളർ, AMDയുടെ ഐസ് ഗ്ലോ 360 എന്ന് പറയുന്ന കണ്ട ഇവിടെ RGB ഓസിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് കത്തി ജങ്ക വിളക്കിട്ട് ഘോഷേത്ര പോലെയാവും. വാവ്, എന്താല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോറേജ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന 1 TBയുടെ XPG, ഇതാണ് 1 TBയുടെ കാർഡാണ് കേട്ടോ. അതിലൊരു ഹീറ്റ് സിങ്ക് ഒക്കെ പറഞ്ഞുണ്ട്. ഇത് നൈസ് സാധനമാണ്. ഓക്കെ, പിന്നെ നമ്മൾ റാം ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന XPGയുടെ 8GB 2 സ്റ്റിക്ക് പറഞ്ഞ ഇതുണ്ട് ഇവിടെ ഉണ്ട്. കണ്ടാ 3600 MHz പറഞ്ഞ അതാണ് സ്പീഡ്. ഓക്കെ, 2 സ്റ്റിക്ക് അതുണ്ട്. അപ്പം അതിന് 16GB ആയി. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കോസ്മിക് ബൈക്കിന്റെ ഒരു ഹെഡ്സെറ്റ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾക്കൊക്കെ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂളർ മാസ്റ്ററിന്റെ 850 ഫുള്ളി മോഡുലാർ 18+ ഗോൾഡ് സർട്ടിഫൈഡിന്റെ ആണ് കേട്ടോ. നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദാണ്ടിരിക്കുന്നത്. അതിന്റെ ബോക്സ് ആണ് ദാണ്ട് ഇവിടെ കാണുന്നത്. 32 ഇഞ്ച് പറഞ്ഞ ഏസറിന്റെ ഒരു മോഡലാണ് കേട്ടോ. പക്ഷെ റീഫ്രഷ് റേറ്റ് ഒക്കെ കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ ആദ്യമായിട്ട് വാങ്ങിയ സാധനം ഇതാണ്. രണ്ടാമത് നമ്മൾ വാങ്ങിയത് നമ്മുടെ കേസ് ആണ് കേട്ടോ. നമ്മൾ അടുത്ത് ചൂസ് ചെയ്തിട്ടുണ്ട് AMD ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു മോഡലിന്റെ കേസ് ആണ്. അപ്പൊ ഇത് അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു കേസാണ്. ഈ കേസിനകത്ത് കിടക്കുന്നത് വന്നിട്ട് കണ്ട സ്ട്രിമ്മർ കേബിൾ ആണ്. AMDയുടെ സ്ട്രിമ്മർ കേബിൾ ഞാൻ അത് പൊട്ടിച്ച് അതിനകത്തോട്ടാക്കിയത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്യാബിനറ്റിന്റെ ബോക്സിലാണ് ഇതാണ്ടിരിക്കുന്നത്. കണ്ട AMD ക്രിസ്റ്റൽ എന്ന് പറയുന്ന മോഡല്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്തായാലും അസംബിൾ ചെയ്യാൻ പോകും. ഇപ്പൊ തന്നെ അസംബിൾ ചെയ്യണം. അസംബിൾ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പോകും. പിന്നെ നമ്മൾ ഒരു സാധനം വിട്ടുപോയി. അയ്യോ, അതാണ്ടിരിക്കുന്നു. കണ്ട ഗ്രാഫിക്സ് കാർഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കണ്ട കളർഫുൾ എന്ന് പറയുന്ന ഇതിന്റെ RTX 3060 Ti. ഓക്കെ, ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് സെക്കൻഡ് വാങ്ങിയതാണ്. ആ ഒരു സാധനം മാത്രമാണ് നമ്മൾ സെക്കൻഡ് വാങ്ങിയത്. കാരണം എനിക്ക് അർജന്റ് ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട് ഇത്രയും 6 മാസത്തോളമായി. ഇത്രയും ദിവസം വെച്ച് ഡിലേ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനിയും ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ ഒരുപാട് ഏകദേശം 1-2 മാസം ഇനി എടുക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ആ ഒരു സാധനം മാത്രം നമ്മൾ സെക്കൻഡ് എടുത്താൽ ബാക്കി എല്ലാം പുതിയതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ UPS ആയിട്ട് എടുത്തിട്ടുള്ളത് കണ്ട സെബ്രോണിക്സിന്റെ 1000 വാട്ട്സിന്റെ ഒരു UPS ആണ്. അത്യാവശ്യം പവറുള്ള സാധനമാണ്. നമ്മൾ അല്ലെങ്കിൽ 600 കറണ്ട് പോകുമ്പോൾ അതിന്റെ കൂടെ പോകും. മറ്റത് കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്യാനുള്ള സമയം കിട്ടും. അതാണ്. അപ്പൊ എന്തായാലും ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് അസംബിൾ ചെയ്തെടുക്കാൻ പോകും. നമ്മൾ സ്വന്തമായിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഒരു ബിൽഡും പറഞ്ഞുണ്ട്. അത് എന്തായാലും പതിയെ വരുള്ളൂ. അതും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എന്തായാലും സെറ്റ് ആക്കാം. പക്ഷേ ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കുറേശ്ശെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ ഇങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ലാസ്റ്റ് ആണ് സെക്കൻഡ് ലാസ്റ്റ് സാധനം വാങ്ങിയത്. ആദ്യം വാങ്ങിയ സമയത്തൊക്കെ ഉള്ള റേറ്റ് അല്ല ഇപ്പം വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് റേറ്റിൽ അങ്ങോട്ടും കൊണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ എടുത്ത സമയത്ത് 14,000 രൂപ ഉള്ള സാധനം ഇപ്പൊ 12,500 അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു 1,000-1,500 കുറവും. ചിലപ്പോൾ എമൗണ്ട് ഞാൻ വാങ്ങിയതിൽ എമൗണ്ട് കൂടുതലുണ്ടാവും. അപ്പം അതൊക്കെ സമയം ഡിപ്പെൻഡ് ചെയ്താണ്. ഞാൻ 6 മാസം മുമ്പേ തുടങ്ങിയതാണ് പരിപാടി. പിന്നെ ഞാൻ മാക്സിമം സാധനങ്ങൾ എടുത്ത് കാർട്ടിനകത്ത് ആഡ് ചെയ്തിട്ടിട്ട് ഓഫർ വരുമ്പം ആഡ് ചെയ്ത് ഓഫറിന്റെ കൂടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൂടെ ഉപയോഗിച്ച് സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഓഫർ കിട്ടും കേട്ടോ. ഏകദേശം 10% അങ്ങനെയൊക്കെ ഓഫറുകളിൽ വെച്ചൊക്കെ കുറെ എടുത്തതാണ്. ഇതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. പക്ഷെ ആദ്യം അസംബിൾ ചെയ്തിട്ട് ബൈ കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ബിൽഡ് ചെയ്യാൻ പോകുമ്പോൾ ബിൽഡ് ചെയ്തിട്ട് കാണാം. ശരി, എന്താ നമ്മൾ നമ്മുടെ PC ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ദിവസം രാവിലെ അല്ല, അതിന്റെ അടുത്ത ദിവസം രാവിലെയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നിങ്ങളെ ലേഖ എടുപ്പിക്കില്ല, നേരെ പോയി നമ്മുടെ PC ഒന്ന് കണ്ടിട്ടോ. ഓക്കെ,
എങ്ങനെയുണ്ട് നമ്മളെ PC കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യട്ടെ. അപ്പം ഇതാണ് നമ്മുടെ PC. ഞാൻ ആദ്യമേ തന്നെ എടുത്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പിക് ഗെയിംസ് ഡൗൺലോഡർ, സ്റ്റീം, പിന്നെ അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വെനത്തിന്റെ ഒരു ലൈവ് വാൾപേപ്പർ എങ്ങനെയുണ്ട്, ഹൗസ് ഇറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാട്ടോ. പിന്നെ ഈ ഒരു ഹെഡ്സെറ്റിൽ വന്നിട്ട് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഇവിടെ സെന്ററിൽ പറഞ്ഞ ഈ കോസ്മിക് ബൈറ്റ് എന്ന് പറയുന്ന അവരുടെ ലോഗോ ആണ് ഈ സെന്ററിൽ. ഈ സെന്ററിലുള്ള സാധനം പോയിട്ട് ബാക്കി റിങ്ങുകൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. അപ്പൊ ഞാൻ അത് മാത്രം ഇങ്ങനെ ബ്ലാക്ക് ആക്കാമെന്നുള്ള പരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ആ സാധനം ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കുള്ളൂ. പിന്നെ ഈ മേശ ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കിയാട്ടെ. ഇവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ സാധനങ്ങൾ ഫുള്ള് കച്ചരാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ PC യിൽ നിന്ന് ഇതുവരെ ഒരു കവർ പോലും ഇളക്കിയിട്ടില്ല. കണ്ട, ഇപ്പൊ നമ്മൾ ഇളക്കാൻ പോണ്. ഏതാല്ലേ ഈ സൈഡ് ഉള്ളതുകൊണ്ട് ഒന്നും ഇളക്കിയില്ല, അങ്ങനെ വെച്ചിരുന്നു. എന്താ ക്ലിയർ ആയിട്ടിരിക്കുന്നു. ഓഹ് ഇവിടെയുള്ള സാധനങ്ങളൊന്നും ഒതുക്കി വെച്ചില്ല കേട്ടോ. എല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. കണ്ട, ഒന്നും എടുത്ത് ഒതുക്കി വെച്ചില്ല, എല്ലായിടത്തും ഒതുക്കി വെക്കാം. നമ്മൾ നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നൈസ് ആയിരിക്കും. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ലൈറ്റ് ഓൺ ആക്കിയത്. കണ്ട, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വാമ്പൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ RGB ലൈറ്റ് എന്തായാലും വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുത്ത് അപ്പം ഒരു നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. പിന്നെ ഈ ഒരു ക്യാബിനറ്റിൽ കണ്ട ഇവിടെ ഒരു തൂണ് കണക്കിരിക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ മാറ്റിയിട്ട് ഈ കോണ് നമ്മൾ ഫുള്ള് ഗ്ലാസ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് ഗ്ലാസ് പോലെ തോന്നുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തെടുക്കും. അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പം എന്റെ പർപ്പസ് എന്താ വെച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ട, ഞാനിപ്പം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒരു GTA 5 ഒരു ഗെയിം. ഇപ്പൊ എത്രയായി കണ്ട, ഇപ്പൊ ഇച്ചിരി ആയുള്ളൂ. 120 GB ഉണ്ട്, 119 GB ഉണ്ട്. അതിൽ 4 GB അങ്ങോട്ട് ആയുള്ളൂ. ബാക്കി എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, PUBG കിടപ്പുണ്ട്, GTA 5 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, വാൾറന്റ്, ഇത്രയും മാത്രമേ ഇടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ കൂടെ എഡിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രാഫിക്സ് കാർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, 3060 Ti. ആ TI സാധനമല്ല ഇതിനകത്തിരിക്കുന്നത്. അത് ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് ആ പുള്ളി പാവമായിരുന്നു പയ്യൻ. അവൻ എന്നെ അറിയാം, അവന്റെ ഫ്രണ്ട് കണ്ട പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലൊക്കെ ചെയ്യുന്നു, യൂട്യൂബർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബാർഗെയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഞാൻ പട്ടി ബാർഗെയിൻ ചെയ്തൊക്കെ നൈസായിട്ട് 20 റേഞ്ച്, ആ ഒരു റേഞ്ചിനുള്ള റേറ്റിനാണ് എടുത്തത്. ഞാനായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒരുപാട് പേരുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു റേറ്റിന് കുഴപ്പമില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഗ്രാഫിക്സ് കാർഡ് എടുക്കാനുള്ള കാര്യം, ഗ്രാഫിക്സ് കാർഡിന് തന്നെ ഏകദേശം നല്ല റേറ്റാണ്. 3060 എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം 27,000 26 12 GB VRAM ഒക്കെ പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ്. അപ്പം അത് എടുക്കണേനേക്കാളും സെക്കൻഡ് ഇച്ചിരി കൂടെ വാറന്റി ഉള്ള പീസ് നോക്കാന്ന് ഓർത്ത് അങ്ങനെ കുറെ തപ്പി അവസാനം വാറന്റി ഇല്ലാത്തൊരു പീസാണ് ആ സാധനം കിട്ടിയത്. നല്ല നീറ്റ് പീസായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ കൊണ്ടിട്ടപ്പം അത് കംപ്ലൈന്റ് എന്നാണ് എനിക്ക് കാണിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ഷോപ്പിൽ കൊണ്ടുപോയപ്പോഴും ഗ്രാഫിക്സ് കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഷോർട്ട് ആണെന്ന് പറഞ്ഞു. ഗ്രാഫിക്സ് കാർഡ് ഞാൻ തിരിച്ചു കൊണ്ടുകൊടുത്ത് ആ പുള്ളിക്കാരൻ പാവമായിരുന്നു കേട്ടോ. പയ്യൻ തിരിച്ചെടുത്ത് സാധനം എടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കാന്ന് പറഞ്ഞു. എനിക്ക് ഫണ്ടൊക്കെ തിരിച്ചു തന്നു. പാവം പയ്യനായിരുന്നു. ആ ഗ്രാഫിക്സ് കാർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം RTX 3060 Ti ആണ്. അത് കളർഫുള്ളിന്റെ ഒരു കാർഡാണ്. ആ സാധനം അതിന്റെ 3060 ആണ് എന്റെ ഇരുന്ന് 2 ഫെനോറിന്, ഇത് 3 ഫെനോറിന് നല്ല കിടില സാധനമായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് ഞാൻ അത് എടുത്തതാണ്. അതെടുത്ത് പോട്ട് ആ സാധനം തിരിച്ചുകൊണ്ട് കൊടുത്തു. ശരി, അതിനുശേഷം എനിക്ക് കിട്ടിയ പണി വീണ്ടും അടുത്തൊരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങി 3070. ഇത് വന്നിട്ട് നമ്മൾ ഗിഗ് ബോസിൽ നിന്ന് എടുത്താണ്. ഇത് വാറന്റി പീസാണ്, ഈ വർഷം തീരുന്ന ഒരു വാറന്റി ഉണ്ട്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതൊരു എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴും ഈ കാർഡ് ഇവിടെ കൊണ്ടിട്ടപ്പോഴും കാർഡിന് കംപ്ലൈന്റ്. അപ്പോഴും ഞാൻ തപ്പി അവസാനം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇത്. ഈ സാധനമാണ് കംപ്ലൈന്റ്. ഈ സാധനം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്. ഇത് വന്ന് ട്രിമ്മർ കേബിൾ ആണ് കേട്ടോ. ഈ കേബിളാണ് കംപ്ലൈന്റ്. കേബിൾ കാരണമാണ് നമുക്ക് ഈ സാധനം കംപ്ലൈന്റ് കാണിച്ചത്. പിന്നെ കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ അവന് ബോർഡ് ഷോട്ട്, ഗ്രാഫിക്സ് കാർഡിന്റെ ബോർഡ് ഷോട്ട് എന്ന് പറഞ്ഞു. എന്ത് ചെക്ക് ചെയ്തിട്ടാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ ഈ ട്രിമ്മർ കേബിൾ ആയിരുന്നു. ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് PSUന്റെ കൂടെ കിട്ടുന്ന സ്റ്റോക്ക് കേബിളാണ്. എനിക്ക് എന്തായാലും വർക്കായി കിട്ടിയാൽ മതി. കണ്ടാ, ഡൊക്ക കേബിളാണ്. ഞാൻ നല്ല നൈസ് ആയിട്ടിരിക്കാൻ വേണ്ടി ട്രിമ്മർ കേബിളൊക്കെ വാങ്ങിയതായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കൊടുക്കുമ്പം ഓൺ ആവണില്ല, അതാണ് ഇഷ്യൂ. ഈ സാധനം വന്നിട്ട് എനിക്കൊരു 1900 രൂപ ഈ സാധനം ലോസ് ആണ് കേട്ടോ. ഇത് വർക്ക് ആവണില്ല. ഇതിൽ ചില കേബിളൊക്കെ വർക്ക് ആവുമായിരിക്കും. എന്തായാലും മദർ ബോർഡ് കണക്ട് ചെയ്യുമ്പോഴും ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യുമ്പോഴും വർക്ക് ആവണില്ല. കേബിൾ എടുത്ത് ദൂരെ കളയുന്നല്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കമ്പ്യൂട്ടറിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം വർക്ക് ആവണുണ്ടോന്ന്. ഇതിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ഈ സാധനം വർക്ക് ആവണില്ല. അല്ലാതെ നോർമലായിട്ട് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ PC സെറ്റപ്പ്. ഇനി എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ വീഡിയോ എഡിറ്റിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ സമയം പോകാതിരിക്കുമ്പോൾ ഗെയിം കളിക്കുക, അതാണ്. പിന്നെ വേറൊരു ഗെയിമിംഗ് ചാനലുണ്ട്. അത് ഏകദേശം ഒരു 8000-9000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് സെറ്റാക്കാം, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ കിട്ടുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഈ വീഡിയോ ഇപ്പം ഇത് ഓണത്തിന് മുമ്പാണ്, ഓണത്തിനും 2-3 ദിവസം മുമ്പാണ് ഈ ഒരു വീഡിയോ. പക്ഷെ ഇത് ഇനി എന്ന് എഡിറ്റ് ചെയ്ത് എന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ ഈ ഒരു കീബോർഡ് മൗസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടാണ്. കീബോർഡ് വന്നിട്ട് സെബ്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സെബ്രോണിക്സിന്റെ ആണ്. മെക്കാനിക്കൽ കീബോർഡാണ് കേട്ടോ. നല്ല നൈസ് ഫീല്.
ഓക്കെ. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് ലൈറ്റ് മോഡ് കാര്യങ്ങളുണ്ട്. നല്ല നൈസ് തീം, കളർ ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ എനിക്ക് കിട്ടി. ഈ മോഡൽ വന്നിട്ട് സെബ്രോണിക്സ് നൈട്രോ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. നല്ല ഒതുക്കമുണ്ട്, നല്ല സ്ലീക്ക് ആയിട്ടുള്ള സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൗസ് ഇവോ ബോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു നല്ല ഫീൽ ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരേ തീമിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സാധനം സെറ്റ് ആയി കിട്ടി. ഞാനൊരു ബ്ലാക്ക് ആയിരുന്നു ഇവോ ബോക്സിന്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കീബോർഡ് വന്നിട്ട്, പക്ഷെ അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു സെബ്രോണിക്സിന്റെ കീബോർഡ് ഞാൻ എടുത്തേട്ടാ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അളിയെ നമ്മൾ അടിക്കാൻ കണക്കിന് നിൽക്കുന്ന കേട്ടാ. പിന്നെ ഈ ഒരു ലിക്വിഡ് കൂളർ ഞാൻ വാങ്ങാനുള്ള കാര്യം വന്നിട്ട് ഇതിന്റെ സിസ്റ്റം വന്നിട്ട് ആ കൂളറിന്റെ അവിടെ വരുന്ന ഹീറ്റ് ഒരു ഓസ് വഴി മേളിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു റേഡിയേറ്റർ കണക്ക്, റേഡിയേറ്ററിന്റെ അതേ സിസ്റ്റം തന്നെയാണ്. റേഡിയേറ്റർ കണക്ക് ഇവിടെ വന്നിട്ട് ആ ലിക്വിഡ് വന്നിട്ട് കൂളായിട്ട് വീണ്ടും തിരിച്ച് താഴെ വരും. അതേ ഫീൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരു ഓസ് വഴി മേളിലോട്ട് പോകുന്നു, മറ്റേ ഓസ് വഴി താഴോട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂളർ എടുക്കാന്ന് ഓർത്തത്. പിന്നെ ഫുള്ള് ഫാന് തണുക്കട്ടെ എന്ന്. പിന്നെ ഈ ക്യാബിനറ്റ് ഈ ഫാനൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, അതിന്റെ സെന്ററിൽ കണ്ട സെന്ററിൽ ഒരു കുഴി പോലെ, അതൊരു ഗ്ലാസ് ടൈപ്പ് ആണ് അവിടെ ഉള്ളത്. ഒരു ഗ്ലാസ് പോലെയാണ് ഓഫ് ആയിരിക്കുമ്പോൾ, പക്ഷെ കണ്ട ഗ്ലാസ് പോലെയാണ് സെന്ററിൽ. അതൊരു കത്തി നിൽക്കുമ്പോൾ ലൈറ്റ് കത്തിക്കുമ്പോൾ അകത്തോട്ട് ഒരു കുഴി പോലത്തെ ഒരു ഫീല്. പിന്നെ ടെമ്പറേച്ചറിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഓക്കെ. ഇപ്പൊ 45 ടെമ്പറേച്ചർ ആണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ RGB 3 ഫാന് താഴെ ഇരിക്കുന്ന ഈ 3 ഫാൻ ഞാൻ അഡീഷണൽ വാങ്ങിയതാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു കൺട്രോളർ കിട്ടിയിട്ടുണ്ട്. ആ കൺട്രോളറിന്റെ കൂടെ ഞാൻ ആ ഫാന് ബാക്കി പറഞ്ഞ ആ ഫാനും പിന്നെ ഈ സൈഡിൽ പറഞ്ഞ 3 ഫാനും കൂടെ കണക്ട് ചെയ്ത്, അപ്പം ഒറ്റ തീമിൽ ഇത് ഈ റിമോട്ടിൽ നമ്മൾ മാറ്റുമ്പോൾ ഒറ്റ തീമിൽ അത് മാറി കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരുന്നപ്പം ഈ ലിക്വിഡ് കൂളറിന്റെ സെറ്റപ്പ് ഫുള്ളും അതിന് ഇഷ്ടമുള്ള രീതിയിൽ തെക്ക് കൊടുക്കുന്നത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഈ റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ RGB ഫാനിന്റെ കണക്ഷനിൽ പിടിച്ച് ഈ സാധനത്തിന് ലിക്വിഡ് കൂളറിനെ കൊടുത്ത് അപ്പൊ എല്ലാം സെറ്റായി. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ കേൾക്കും. ഇഷ്ടമുള്ള കളർ നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ പല പല മോഡിടാം. ഏതാ അല്ലേ ഇപ്പൊ നമ്മൾ പറയും പോലെ കേട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ CPU-നകത്ത് ആ സ്ട്രിമ്മർ കേബിൾ സെറ്റ് ആക്കി കേട്ടോ. എല്ലാ കേബിളിനും ഇഷ്യൂ ഇല്ല, ചില കേബിളാണ് 1-2 കേബിളിന് മാത്രമാണ് ഇഷ്യൂ. നമ്മൾ ബാക്കിയുള്ള കേബിളൊക്കെ സെറ്റ് ആക്കി. പിന്നെ ഞാൻ ഈ ഒരു PC സെറ്റ് ചെയ്ത സമയത്ത് ബ്ലാക്ക് ക്യാബിനറ്റിനകത്ത് ഈ വൈറ്റ് ലിക്വിഡ് കൂളർ ഇങ്ങനെ ഈ ഒരു ഓസൊക്കെ വരുമ്പോൾ ഭയങ്കര ശോകമാവുന്ന വിചാരിച്ചു. പക്ഷെ ശോകമൊന്നുമല്ല കേട്ടോ, നൈസായി. കാര്യം വന്നിട്ട് ഈ ഒരു ഫാനുകളുടെ ഒക്കെ ലീഫും വൈറ്റ് ആണ്. പിന്നെ ബോർഡിൽ മറ്റേ ആ റാം ഇതെല്ലാം ഓഫ് ആയിരിക്കുമ്പോഴും വൈറ്റ് ആണ്. പിന്നെ വലിയ വൃത്തികേടൊന്നുമില്ല. അപ്പൊ അത് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രിമ്മർ കേബിളൊക്കെ കൊടുത്ത് നൈസ് ആക്കി കേട്ടോ. വാവ്, ഓണാക്കിയാൽ നൈസാണ്. എന്റെ ഒരു 6 മാസത്തെ കഷ്ടപ്പാടാണ് ഈ പുറകെ കാണുന്നത്. ഏകദേശം 1,20,000 ആ റേഞ്ചിനകത്തായിട്ട്. അതായത് കുറെ സാധനങ്ങളൊക്കെ ഞാൻ കാർഡ് വഴി ഓഫറിലൊക്കെ വാങ്ങിയതുകൊണ്ട് എനിക്ക് കുറെ കൂടെ റേറ്റ്, ഞാൻ പുറത്ത് നോക്കണേക്കാളും കുറെ കൂടെ റേറ്റ് കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് കുറെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തപ്പം ഗിഗ് ബോസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഗിഗ് ബോസിൽ സ്റ്റാഫ് ഒരു പുള്ളി സനു ബ്രോ പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിഗ് ബോസിൽ നിന്ന് തന്നെ ഈ ഗ്രാഫിക്സ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ നല്ല സപ്പോർട്ട് ആയിരുന്നു. ഈ ഗ്രാഫിക്സ് കാർഡ് ഞാൻ സെക്കൻഡ് അവിടെ നിന്ന് എടുത്ത സമയത്ത് തന്നെ അവിടെ സർവീസ് സെന്ററിലുള്ള പുള്ളി ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് ഈ സാധനം തരണത്. അപ്പം അത് നമ്മൾ ആണ്. ഇത് വന്നിട്ട് 2 ഫാനേ ഉള്ളൂ കേട്ടോ ഈ ഗ്രാഫിക്സ് കാർഡ്. ഇത് 3070 ആണ്. അപ്പം 3060 Ti-യേക്കാളും പെർഫോമൻസ് ഉണ്ടെങ്കിലും എനിക്ക് ആ ഒരു ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലുക്ക് വൈസ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു കാർഡായിരുന്നു നൈസ്. എനിക്ക് ആ കാർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3 ഫാനും ഒരു ബ്ലാക്ക് റെഡ് തീമിലാണ് ആ ഒരു കാർഡ് പറഞ്ഞത്. അത് നൈസ് ആയിരുന്നു. പക്ഷെ എന്റെ മണ്ടത്തരം കാരണം ഞാൻ കണക്ട് ചെയ്ത് നോക്കേണ്ടായിരുന്നു. അത് ഈ ഒരു കേബിൾ ഇവിടെ വെച്ച് കണക്ട് ചെയ്ത് നോക്കേണ്ടായിരുന്നു. ആ ഗ്രാഫിക്സ് കാർഡിന് ഒരു കുഴപ്പമില്ല. ആ പുള്ളി രണ്ടാമത് അവൻ കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു കേട്ടാ. പക്ഷെ എനിക്ക് ഫണ്ടൊക്കെ തിരിച്ചു തന്നു, പക്കയായിട്ട് തിരിച്ചൊക്കെ തന്നു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല. ഇനി അഡീഷണൽ ഒരു ഡെസ്ക് ടോപ്പ് സ്പീക്കർ ഒക്കെ വാങ്ങി വെക്കണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സ്വപ്നം, ഒരുപാട് സന്തോഷം. അപ്പം ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഏകദേശം 6 മാസത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് കണ്ടു തീർത്തത്. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. അടുത്ത ടാസ്ക്കാണ് വീട് പണി. അപ്പൊ വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ചെയ്യുള്ളൂ. കണ്ട ഇപ്പം ഫുൾ അലങ്കോലമായിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു അലമാര് വരും. പിന്നെ കുറെ വർക്കുകൾ ഇവിടെ ഉണ്ട്. അതെല്ലാം കുറച്ച് നമ്മൾ പറയാം. വീട് പണി ഇനി അടുത്ത പരിപാടി വീട് പണിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ കാറിന് വേണ്ടിയിട്ടുള്ള ഷെഡും പരിപാടികളൊക്കെ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുള്ളൂ. അപ്പൊ വേറെ ഒന്നും പറയില്ല. നമ്മുടെ PC ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടാ. ഈ ഒരു PC ഞാൻ ഇങ്ങനെ ചെയ്തത് കണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പയ്യനും ഇതാണൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം. അപ്പൊ ഓൺലൈനിൽ കാർട്ടിനകത്ത് വാങ്ങിയിട്ടിട്ട് ഓഫറിൽ വരുമ്പോ റേറ്റ് 14,000 15,000 കിടക്കുന്ന സാധനം ടപ്പന 12,000 ഒക്കെ വരുമ്പം അതിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 10% ഓഫറൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം 1,10,20 ആ ഒരു റേഞ്ചിനകത്തേ ആയുള്ളൂ കേട്ടോ. എനിക്ക് ഇത്രയും സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും അടിപൊളി. വേറെ ഒന്നും പറയില്ല. ആ പ്രോസസർ മാത്രം ഇതിനകത്ത് പറഞ്ഞ പ്രോസസർ മാത്രം G ആണ്. Ryzen 5 5600 G ആണ്. പ്രോസസർ മാത്രം പൈസ കിട്ടുമ്പോൾ പിന്നെ അപ്ഗ്രേഡ് ആയി. ഇപ്പൊ എന്തായാലും തൽക്കാലം പെർഫോമൻസിനൊന്നും ഒരു കുഴപ്പമില്ല, പക്കയായിട്ട് പോകും. പിന്നെ വീഡിയോ ഒക്കെ 3D
വീഡിയോ റെൻഡറിങ്, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ഭയങ്കര സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ് സീരീസ്, ഇതേ ഇതിൽ തന്നെ എക്സ് സീരീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതൊന്നും നോക്കണ്ട. അയ്യോ കറണ്ട് പോയി ഗൈസ്. അപ്പൊ വേറെ ഒന്നും പറയില്ല, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ 6 മാസത്തെ കഷ്ടപ്പെടാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ വേറെ ഒന്നും പറയാലോ, നമ്മുടെ ഈ ചെറിയ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാൻ അടുത്ത്